പലപ്പോഴായി ക്ലിനിക്കിൽ വരുന്ന അത് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളായിട്ട് ക്ലിനിക്കിൽ വരുന്ന പാരൻസിനുള്ള ഒരു ഡൗട്ടാണ്, ഡോക്ടറെ വൈറ്റമിൻ D3 സപ്ലിമെൻറ്റ് ഒരു വയസ്സ് വരെ കൃത്യമായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണോ, അതോ 8 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 മാസം കഴിഞ്ഞിട്ടോ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നത്. സത്യത്തിൽ നിങ്ങൾ അത് ഒരു വയസ്സ് വരെ കൃത്യമായിട്ട് ദിവസത്തിൽ ഒരു നേരം എന്ന കണക്കിൽ കൊടുക്കേണ്ടതാണ്. 0.5 ml ആണ് നമ്മൾ കൊടുക്കേണ്ട അളവ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളുടെ ന്യൂ പാരൻസിനും അതേപോലെ ന്യൂ മദേഴ്സിനും ഇൻഫൻസിലും വൈറ്റമിൻ D3 അളവ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ അക്കാഡമിക് ഓഫ് പീഡിയാട്രിക്സ് ഇങ്ങനെ നിർദ്ദേശിച്ചിട്ടുള്ളത് 0.5 ml വീതം ഒരു വയസ്സ് കൃത്യമാവുന്നത് വരെ കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ D3 സപ്ലിമെൻറ്റ് കൊടുക്കണമെന്നുള്ളത്. അമ്മ എത്ര തന്നെ വൈറ്റമിൻ D റിച്ച് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിലും അമ്മയുടെ ബ്രസ്റ്റ് മിൽക്കിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടൽ വളരെ കുറവാണ്. അഡ്യൂക്കേറ്റ് ആയിട്ടുള്ള വൈറ്റമിൻ D3 കുഞ്ഞുങ്ങൾക്ക് കിട്ടില്ല. പിന്നെ നമുക്കറിയാം, നമ്മൾ അപ് ടു 6 മന്ത്സ് വരെ കുഞ്ഞുങ്ങൾക്ക് എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡാണുള്ളത്. 6 മന്ത്സിന് ശേഷമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുക. അത് ഓരോ ഘട്ടത്തിൽ ഓരോ ഫുഡാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾ കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ടുപോകും സ്വാഡിൽ ചെയ്തിട്ടാണ് കൊണ്ടുപോകാറ്. അതായത് നമ്മൾ കുഞ്ഞുങ്ങൾ നന്നായി പൊതിഞ്ഞ് കവർ ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാറ്. അതുകൊണ്ട് തന്നെ സൺലൈറ്റിൽ നിന്ന് വൈറ്റമിൻ D3 അവർക്ക് കിട്ടുന്നത് കുറവാണ്. സോ വൈറ്റമിൻ D3 സപ്ലിമെൻറ്റ് ഒരു വയസ്സ് വരെ 0.5 ml അളവിൽ ദിവസം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. 8 മാസമോ 10 മാസമോ കൊടുത്ത് നിർത്താൻ പാടുള്ളതല്ല. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക.